നമസ്കാരം. ജൂൺ 8 അന്താരാഷ്ട്ര സമുദ്ര ദിനമാണ്. സമുദ്രതീരങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കേരള വനംവകുപ്പ് ഒട്ടേറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. തീരങ്ങളിലുള്ള കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, അതുപോലെ തന്നെ പല വന്യജീവികളുടെ സംരക്ഷണം, കൂടാതെ ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കൽ, ഇങ്ങനെ ഒട്ടേറെ പരിപാടികളാണ് വനംവകുപ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി വരുന്നത്. അന്താരാഷ്ട്ര സമുദ്ര ദിനവുമായി ബന്ധപ്പെട്ട് കടൽ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കടലിലെ പ്രധാനപ്പെട്ട വന്യജീവികളെക്കുറിച്ചും നമ്മളോട് ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഡോക്ടർ വിനോദാണ്. അദ്ദേഹം കോഴിക്കോട് CMFRI ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തെ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 8 ആണ് വേൾഡ് ഓഷൻ ഡേ, ലോക സമുദ്ര ദിനം. ഇത് 1992 കാനഡയാണ് ആദ്യമായിട്ട് പ്രപ്പോസൽ കൊടുത്തത്. ഇങ്ങനെ ഒരു വേൾഡ് ഓഷൻ ഡേ, ലോക സമുദ്ര ദിനം നമ്മൾ ആചരിക്കണം, സമുദ്രം നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി ഈ കാനഡയാണ് ആദ്യം ഇത് പ്രപ്പോസ് ചെയ്തത്. അതിനുശേഷം 2008 യുണൈറ്റഡ് നേഷൻസ് ഇത് അപ്രൂവ് ചെയ്തിട്ട് ഈ വേൾഡ് ഓഷൻ ഡേ ജൂൺ 8 നമ്മൾ ആചരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ലോക സമുദ്ര ദിനം ഒരു ജൂൺ 8 മാത്രം അല്ലാണ്ട് നമ്മൾ എല്ലാ ദിവസവും സമുദ്രത്തിനോട് കാണിക്കേണ്ട ഒരു നീതി നമ്മൾ കാണിക്കണം, അതിനോട് സ്നേഹം കാണിക്കണം. എന്താ വെച്ചാൽ നമ്മളുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രത്തിനെ നമ്മൾ ശരിക്കും സ്നേഹിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോട്ടീനുള്ള ഭക്ഷണം കിട്ടുന്നത് സമുദ്രത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ മരുന്നുകളും എല്ലാം ഒരുപാട് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഒക്കെ കിട്ടുന്നത് സമുദ്രത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജൂൺ 8 നമ്മൾ ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുക. അതേസമയം നമ്മൾ വർഷത്തിലെ എല്ലാ ദിവസവും നമ്മൾ സമുദ്രത്തിനോട് കൂടി സമുദ്രത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകൈ എടുക്കണം. ഈ ലോക സമുദ്ര ദിനത്തിൻ്റെ അന്ന് ഈ ജൂൺ 8 2021 ഒരു ചെറിയൊരു ചർച്ചയാവാം എന്ന് വിചാരിച്ചു. നമ്മളുടെ മറൈൻ പ്രൊട്ടക്റ്റഡ് ആനിമൽസ്, നമ്മളെ സമുദ്രത്തിലുള്ള സംരക്ഷിക്കേണ്ട ജീവികൾ, ഇപ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ചർച്ചയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. 1992 കാനഡയാണ് ആദ്യമായിട്ട് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അത് കഴിഞ്ഞ് 2008 യുണൈറ്റഡ് നേഷൻസ് അത് വേൾഡ് ഓഷൻ ഡേ ആയിട്ട് ആചരിക്കാം, ജൂൺ 8 വേൾഡ് ഓഷൻ ഡേ ആയിട്ട് ആചരിക്കാമെന്ന് ഒരു തീരുമാനം എടുത്തത്. അപ്പം നമ്മളെ സമുദ്രത്തിൻ്റെ ഏകദേശം ഒരു 30% നമ്മളത് സമുദ്രത്തിന് ബ്ലൂ പ്ലാനറ്റ് എന്നാണ് പറയുക. നമ്മൾ എർത്ത് പ്ലാനറ്റ് പോലെ 30% ഈ സമുദ്രത്തിനെ ഒരു 2030 ആകുമ്പോഴത്തേക്കും സംരക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയുണ്ട്. അപ്പം അതിന് 30x30 എന്നാണ് പറയുന്നത്. 30x30 എന്ന് പറഞ്ഞാൽ 30% നമ്മളുടെ സമുദ്രത്തിനെ 2030 ആകുമ്പോഴത്തേക്കും സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 30x30 ഒരു ക്രിട്ടിക്കൽ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് എപ്പോഴാണ് സാധിക്കുക എന്ന് വെച്ചാൽ 30% നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ഈ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയും. വെച്ചാൽ നമ്മൾ സമുദ്രത്തിൽ ഇപ്പോൾ നമ്മൾ കരയിൽ കാണുന്ന പോലെ തന്നെ കരയിൽ നമ്മൾ സൂസ് ഉണ്ട്, പിന്നെ നാഷണൽ പാർക്ക്, സാങ്ച്വറീസ് എല്ലാം ഇല്ലേ, അതുപോലെ തന്നെ ഒരു കടലിലും അതുപോലെ തന്നെ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗൾഫ് ഓഫ് കച്ച് ഒരു മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഗൾഫ് ഓഫ് മന്നാർ ബയോസ്ഫിയർ റിസർവ്, മറൈൻ ബയോസ്ഫിയർ റിസർവ്, അതും ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചെയിൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സമുദ്രത്തിനെ സംരക്ഷിക്കാൻ കഴിയും. ലോക സമുദ്ര ദിനത്തിൻ്റെ അതായത് ഇന്ന് ജൂൺ 8 2021 ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു സമുദ്രത്തിലുള്ള സംരക്ഷിത സമുദ്രജീവികൾ അത് എന്തൊക്കെയാണെന്നൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് പ്രൊട്ടക്റ്റഡ് മറൈൻ ആനിമൽസ്. അപ്പം അതിന് മുമ്പാകെ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ മറൈൻ ഇക്കോസിസ്റ്റം, സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ അതിലോട്ട് കിടക്കാം. അപ്പോൾ സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കരയിൽ കാണുന്ന പോലെ തന്നെ സമുദ്രത്തിനകത്തും പാറകളും പിന്നെ കുന്നുകളും മലകളും എല്ലാം ഉള്ള ഒരു ഇതാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു അടിത്തട്ടാണ് സമുദ്രത്തിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ജീവികൾ, സസ്യങ്ങളും ജന്തുക്കളും എല്ലാം ഒരുപാട് ജീവികൾ നിറഞ്ഞ മൈക്രോ ഓർഗാനിസം തൊട്ട് ബാക്ടീരിയ തൊട്ട് എല്ലാ ഓർഗാനിസംസും ഉള്ള
ഒരു ആവാസ വ്യവസ്ഥയാണ് സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ 8,000-ലും കൂടുതൽ കിലോമീറ്റർ ദൂരമുള്ള കോസ്റ്റ് ലൈനാണ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ലൈനിൽ നമുക്ക് സദേൺ എൻഡ് തൊട്ട് നോർത്തേൺ എൻഡ് വരെ നമുക്ക് ഈ ഒരു കോസ്റ്റൽ സ്ട്രെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വേറെയും ചില ആവാസ വ്യവസ്ഥകളുണ്ട്. വളരെ ക്രിട്ടിക്കൽ ഹാബിറ്ററ്റ്സ് എന്ന് പറയും. അതായത് അഴിമുഖങ്ങൾ. ഈ പുഴ കടലിലേക്ക് വന്ന് ചേരുന്ന സ്ഥലമാണ് നമ്മൾ അഴിമുഖം എന്ന് പറയുക. അപ്പോൾ അഴിമുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകൾ, പിന്നെ മാംഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ, പിന്നെ പാറകൾ നിറഞ്ഞ ഇൻ്റർടൈഡൽ ഏരിയാസ്, പിന്നെ സാൻഡി ബീച്ചസ്. ഇതെല്ലാം സമുദ്രത്തിൻ്റെ പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ്. അപ്പം കടലിലുള്ള ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഓൾ ലൈഫ് ഇൻ സീസ് ആൻഡ് ഓഷൻസ് പറയും. എല്ലാ ജീവികളും, അത് മൈക്രോബ്സ് ആയിരിക്കാം, ബാക്ടീരിയ ആയിരിക്കാം, അല്ലെങ്കിൽ കടലാമയോ അല്ല തിമിംഗലോ ആയിരിക്കാം, എല്ലാം നമ്മളുടെ ജൈവ വൈവിധ്യമാണ്. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് നമ്മൾ എന്തിനാണ് സമുദ്രത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ സമുദ്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരുപാട് ഡിപ്പെൻഡൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉള്ള ഭക്ഷണം നമുക്ക് കൂടുതൽ സമുദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. മത്സ്യങ്ങളും അതുപോലെ ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെമ്മീൻ, കടുക്ക, എരുത്, അങ്ങനെ ഒരുപാട് ജീവികൾ നമുക്ക് സമുദ്രത്തിൽ നിന്ന് ഭക്ഷണമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോറൽ റീഫ് ഏരിയാസ്, ഈ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ സ്ഥലങ്ങളിലും മറ്റുള്ള പാറ പ്രദേശങ്ങളിലൊക്കെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് വളരെ കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. നമുക്ക് അക്വേറിയം ട്രേഡിന് വീട്ടിൽ മറൈൻ അക്വേറിയം വീട്ടിലോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിലോ മറൈൻ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് ഇപ്പം ശുദ്ധജല ഓർണമെൻ്റൽ ഫിഷ് നമുക്കറിയാം. ഗോൾഡ് ഫിഷ്, വളരെ കോമൺ ആയിട്ടുള്ള ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ, പിന്നെ സ്പോട്ടെയിൽ, ഗപ്പി, മോളി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇപ്പം സമുദ്രത്തിൽ ഇപ്പോൾ നമുക്ക് കോമാളി മത്സ്യങ്ങൾ, ലയൺ ഫിഷ്, പിന്നെ സർജൻ ഫിഷ്, പിന്നെ ഡാംസൽ ഫിഷസ്, പിന്നെ ഏഞ്ചൽ ഫിഷസ്, ഇതൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നമുക്ക് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സമുദ്രത്തിലുള്ള ജൈവ വൈവിധ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇത് പ്ലാനറ്റ് എർത്തിൽ നമ്മളെ ഭൂമിയിൽ ഒട്ടുമൊത്തം ഒരു 5 തൊട്ട് 30 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്, ജൈവ വൈവിധ്യം. അപ്പോൾ പക്ഷേ നമുക്ക് എത്രയാണ് ഇതിൻ്റെ ശരിക്കുള്ള കണക്കെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്നുവെച്ചാൽ അത്രയും കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജൈവ വൈവിധ്യത്തിനെക്കുറിച്ച് നമ്മൾക്ക് ഉള്ള അറിവിനേക്കാളും കൂടുതൽ, നമുക്ക് അറിയുന്ന സ്പീഷീസിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ ചിലപ്പോൾ നമുക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ കൂടുതൽ സ്പീഷീസ് നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ യുണീക്ക് ഇക്കോസിസ്റ്റംസ്, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സമുദ്രത്തിൻ്റെ പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. ചില ക്രിട്ടിക്കൽ ഹാബിറ്ററ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ യുണീക്ക് ഇക്കോസിസ്റ്റംസ് എന്ന് പറയും. അതിലൊന്ന് കോറൽ റീഫാണ്, പവിഴപ്പുറ്റുകൾ. അപ്പം ഇന്ത്യൻ കോസ്റ്റ് ലൈനിൽ ഏകദേശം 2375 സ്ക്വയർ കിലോമീറ്റർ കോറൽ റീഫുണ്ട്, പവിഴപ്പുറ്റുകളുണ്ട്. ഇത് കൂടുതലും നമുക്ക് കാണുന്നത് ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് മന്നാർ തമിഴ്നാട്ടിൽ, ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്തിൽ, പിന്നെ ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ തമിഴ്നാട്ടിൽ, പിന്നെ അതുപോലെ ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, പിന്നെ അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ഇവിടേക്കാണ് കൂടുതൽ നമുക്ക് ഈ പവിഴപ്പുറ്റുകളുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോറൽ റീഫായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, വിഴിഞ്ഞം, അടിമലത്തുറ, കൊല്ലം ആ പ്രദേശങ്ങളിൽ പാച്ചി കോറൽസ് ഉണ്ട്. അങ്ങ് പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ പാച്ചസ് കോറൽസ് കാണപ്പെടുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ഈ അലങ്കാര മത്സ്യങ്ങൾ ഒരുപാട് അതിനകത്തുണ്ടാവും ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ. അതുപോലെ തന്നെ നമുക്ക് നല്ല റീഫ് ഫിഷസ്, ഭക്ഷണത്തിന് പറ്റിയ റീഫ് ഫിഷസ് ഉണ്ടാവും. അതുപോലെ മരുന്നുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ജീവികൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ് മാംഗ്രൂവ്സ്. മാംഗ്രൂവ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാംഗ്രൂവ് എന്ന് പറയുന്ന കണ്ടൽക്കാടുകൾ പൊതുവെ കാണപ്പെടുന്നത് ഈ അഴിമുഖങ്ങളിലാണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. എന്നുവെച്ചാൽ കടലിലുള്ള ഉപ്പ് ഏകദേശം 30-35 പാർട്സ് പെർ 1000 എന്ന് പറയും. പക്ഷേ അഴിമുഖത്തിൽ ഈ പുഴയും കടലും മിക്സ് ആവുന്ന ആ ഒരു സ്ഥലത്ത് ഉപ്പിൻ്റെ ശതമാനം കുറച്ച് കുറവായിരിക്കും. അത് ഈ 20 തൊട്ട് ഒരു 10, 15, 20 ആ ഒരു രീതിയിലായിരിക്കും സലൈനിറ്റിയുടെ ലെവലുണ്ടാവുക. പാർട്സ് പെർ 1000 എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പം ഈ ഒരു പ്രദേശത്താണ് ഈ കണ്ടൽക്കാടുകളുള്ളത്. കണ്ടൽക്കാടുകൾ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഒരു ഉപ്പുട്ടി എന്ന് പറയും, അവസീനിയ ഓഫിസിനാലിസ്, പിന്നെ ചെറിയ ഉപ്പുട്ടി അവസീനിയ മറീന, പിന്നെ ഭ്രാന്തൻ കണ്ടൽ, പിന്നെ നക്ഷത്ര കണ്ടൽ, കുറ്റിക്കണ്ടൽ, അങ്ങനെ ഒരുപാട് കണ്ടലുകൾ കണ്ടൽ പ്രദേശത്തും ഉണ്ടാവും.
പിന്നെ ഈ കണ്ടൽ പ്രദേശത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മത്സ്യങ്ങളും മറ്റുള്ള ജീവികളും ഇവിടെ വന്ന് അതിൻ്റെ ഒരു യങ്ങർ സ്റ്റേജസിൽ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് അതിന് ഒരുപാട് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത് ഇവിടെ നിന്നിട്ട് പിന്നെ അത് വലുതാവുമ്പം അത് കടലിലേക്ക് തിരിച്ചു പോകുന്നു. ചില ജീവികൾ ഇവിടെ തന്നെ അതിൻ്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ കണ്ടൽ കാടുകൾക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബൺ വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട്. പിന്നെ കടൽ പുല്ലുകൾ, സീ ഗ്രാസ് എന്ന് പറയും. ഈ കടൽ പുല്ലുകൾ അതുപോലെ ഇപ്പോൾ കേരളത്തിൽ അധികം ഇല്ല കടൽ പുല്ലുകൾ, പക്ഷേ വേറെ പല സ്ഥലങ്ങളിൽ ലക്ഷദ്വീപിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ പാക് ബേ, ഗൾഫ് ഓഫ് മന്നാർ പ്രദേശത്തൊക്കെ ഒരുപാട് ഈ കടൽ പുല്ലുകളുണ്ട്. അപ്പോൾ കടൽ പുല്ലുകൾ ഇതുപോലെ തന്നെ നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്. ഒരുപാട് ജീവികൾ കടൽ പുല്ലുകളുടെ കൂടെ ചില ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കടൽ കുതിര, പിന്നെ കടൽ വെള്ളരി, സീ കുക്കുംബർ എന്ന് പറയും കടൽ വെള്ളരി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ശംഖുകൾ ഒക്കെ എല്ലാം ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവും. പിന്നെ നമ്മളുടെ സമുദ്രത്തിൽ ഒരുപാട് നമ്മൾ എന്തുകൊണ്ടാണ് സംരക്ഷിക്കണം എന്ന് പറയുന്നത്, സമുദ്രം നമ്മൾ സംരക്ഷിക്കണം എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലേ സംരക്ഷിക്കേണ്ട ഒരു ഇത് വരുന്നുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ സംരക്ഷണം എന്നുള്ള ഒരു ടോപ്പിക് തന്നെ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമുദ്രത്തിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്? ഒരുപാട് നാച്ചുറൽ പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നാച്ചുറൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സൈക്ലോണിക് സ്റ്റോംസ് ആണ്. ഇപ്പം ഈ സൈക്ലോണൊക്കെ വരുമ്പം പവിഴപ്പുറ്റുകളൊക്കെ പലപ്പോഴും ഒരുപാട് ഡാമേജസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുനാമി വരുന്നതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ കോസ്റ്റൽ ഇറോഷൻ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഈ ഒരു റീസെൻറ്റ് സൈക്ലോണിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് എന്താ പറയുക കോസ്റ്റൽ ഏരിയാസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചെല്ലാനത്തും പല സ്ഥലത്തും ഈ കടൽ കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാൻമെയ്ഡ് പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്കല്ല മലിനീകരണമാണ് വെച്ചാൽ പൊല്യൂഷൻ. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ കൂടുതൽ ചില അമിത ചൂഷണം ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പം നമുക്ക് മത്സ്യങ്ങളും ഞണ്ടുകളും എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളത് കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് നയിക്കും. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ബാൻ ചെയ്ത ഫിഷിംഗ് വലകൾ ഉപയോഗിക്കാണ്ടിരിക്കുക, അത് ഉപയോഗിക്കുമ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതും ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വെച്ചാൽ നമ്മളെ സമുദ്രത്തിലുള്ള ഏതൊക്കെ ജീവികളാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് നമ്മളെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പം ഈ വന്യജീവി സംരക്ഷണ നിയമം 1972 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പം അതിൽ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാലും ഇത് കരയിലുള്ള ഇപ്പം പുലി, സിംഹം, റൈനോസറോസ് പോലത്തെ മൃഗങ്ങളല്ലാണ്ട് അതുകൊണ്ട് അത് കൂടാണ്ട് സമുദ്രത്തിലുള്ള ചില ജന്തുക്കളും ഈ ഒരു വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഷെഡ്യൂൾ 1 തൊട്ട് 6 ഷെഡ്യൂൾസ് ഉണ്ട്. അതിൽ 1ഉം 2ഉം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസാണ്. ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ള ആനിമൽസ് എല്ലാം ഈ ഷെഡ്യൂൾ 1ലും 2ലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഉയർന്ന പിഴകളും ഈ 2 ഷെഡ്യൂൾസിലാണ് ഉള്ളത്. ഇതിൻ്റെ പെനാൽറ്റീസ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 51 ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പെനാൽറ്റീസ്, നമ്മൾ ഈ ഒരു ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റീസ് എന്താണെന്നുള്ളത് സെക്ഷൻ 51 പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ആരാ ചെയ്യുന്നത് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും, പിന്നെ അതുപോലെ തന്നെ പോലീസ്, പിന്നെ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, പിന്നെ CBI, കസ്റ്റംസ്, ഇവർക്കൊക്കെ ഇതിൻ്റെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും. ഇവരൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസാണ്. അപ്പം ഇതിന് ലൈവായിട്ടും ചിലപ്പം ഇതിനെ പിടിച്ചിട്ട് ലൈവായിട്ടും എക്സ്പോർട്ട് ട്രേഡിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഡക്ട്സ് ഇപ്പം ആനയുടെ കൊമ്പെല്ലാം എടുത്തിട്ട് അവർ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഇതിൻ്റെ ഇപ്പോൾ കടൽ കുതിരയുടെ ഇത് ഉണക്കി പൊടിച്ചത് അങ്ങനെ പൗഡർ ഫോമിൽ, പിന്നെ കടൽ വെള്ളരി, സീ കുക്കുംബറൊക്കെ ഉണക്കിയത്, അങ്ങനെ പല അതിൻ്റെ പ്രോഡക്ട്സ് ആയിട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉള്ളതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും ഇതുപോലെ തന്നെ ഒരു ഗ്ലോബൽ ലെവലിൽ ഏതൊക്കെ
എന്താ പറയുക, സസ്യങ്ങളും ജന്തുക്കളും ഈ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇത് അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിന് ഒരു പല എക്സ്പേർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. കടൽ കുതിരയുടെ ഗ്രൂപ്പ് ആണെങ്കിൽ കടൽ കുതിരയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവരാണ് പറയുക കടൽ കുതിര ഈ അവരുടെ റെഡ് ലിസ്റ്റിൽ കൊണ്ടുവരണോ വേണ്ടെന്നുള്ള തീരുമാനമെടുക്കുന്നത് ആ എക്സ്പേർട്ട് ഗ്രൂപ്പ്സ് ആണ്. ഇവരുടെ ഈ റെഡ് ലിസ്റ്റിൽ പറയുന്നത് പല കാറ്റഗറീസ് ആണ്. ആദ്യത്തത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം സംരക്ഷണം വേണ്ട ജീവികളൊക്കെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്നുള്ള വിഭാഗത്തിൽ വരും. പിന്നെ എൻഡേഞ്ചേർഡ്, പിന്നെ വൾനറബിൾ, പിന്നെ ലോയർ റിസ്ക് നിയർ ത്രെറ്റൻഡ്, പിന്നെ ലോയർ റിസ്ക് ലീസ്റ്റ് കൺസേൺ, പിന്നെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇല്ലാത്തതാണെങ്കിൽ ഡേറ്റ ഡെഫിഷ്യൻറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ ഒട്ടും പഠനം നടത്താത്ത ഗ്രൂപ്പാണെങ്കിൽ അതിനെ നോട്ട് ഇവാലുവേറ്റഡ് എന്ന് പറയും. ഇതാണ് IUCN-ൻ്റെ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ റെഡ് ലിസ്റ്റ് കാറ്റഗറീസ്. പിന്നെ സൈറ്റസ് എന്നൊരു ഇതുണ്ട്, കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. ഈ സൈറ്റസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ 183 രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സമുദ്രത്തിൽ നിന്ന് എടുക്കുന്ന, സമുദ്രം മാത്രമല്ല കരയുന്നു, ടെറസ്ട്രിയൽ എൻവയറമെൻറ്റിൽ നിന്നും നമ്മൾ എടുത്ത് ഇതിനെ എക്സ്പോർട്ട് ട്രേഡിൽ കൊണ്ടുവരുന്ന ഈ ജന്തുക്കളും സസ്യങ്ങളും നമ്മൾ എടുത്ത് ഇതിനെ ട്രേഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിൽ ഇതിൻ്റെ വൈൽഡിൻ്റെ പോപ്പുലേഷൻ ബാധിക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ 3 അപ്പൻഡിക്സ് ഉണ്ട്. അപ്പൻഡിക്സ് 1, 2, 3 എന്ന് 3 വിഭാഗങ്ങളുണ്ട്. അപ്പം ഇത് മെയിനായിട്ട് ട്രേഡ് റിലേറ്റഡ് ആണ്. ഇനി ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, വന്യജീവി സംരക്ഷണ നിയമം 1972. അപ്പോൾ ഇതിൽ ഓരോരോ ഷെഡ്യൂളായിട്ട് നമുക്ക് നോക്കാം. ഇത് പ്യൂർലി നമ്മളെ സമുദ്രത്തിലുള്ള ജന്തുക്കളെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഷെഡ്യൂൾ 1 പാർട്ട് 1 മെറൈൻ മാമൽസ് ആണ്. മെറൈൻ മാമൽസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഡോൾഫിൻസും തിമിംഗലം ഇതെല്ലാം ഈ മറൈൻ മാമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഡോൾഫിൻസ്, ഇതിൽ സ്നഫ്ഫിൻ ഡോൾഫിൻ അതായത് അല്ലെങ്കിൽ ഇറവാഡി ഡോൾഫിൻ എന്ന് പറയും. ഇത് ഷെഡ്യൂൾ 1 ഉള്ളത്. പിന്നെ പോർപോയ്സസ്, ഫിൻലെസ് പോർപോയ്സ് നമുക്ക് കൂടുതൽ ഈ കേരളത്തിൻ്റെ തീരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പോർപോയ്സാണ് ഫിൻലെസ് പോർപോയ്സ് എന്ന് പറയുന്നത്. അത് എളിയൻ ഏഡി എന്നും ഇവിടെ ലോക്കലി പറയും. പിന്നെ സീ കൗ, കടൽ പശു, ഇത് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ഭാഗത്താണ് വല്ലപ്പോഴും നമ്മൾ കാണുന്നത്. ഈ കടൽ പശു കൂടുതലും ഈ ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്ത് ഭാഗത്തും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഗൾഫ് ഓഫ് മന്നാർ പാക് ബേ പ്രദേശത്ത് ഉള്ള ഒരു ജീവിയാണ്. പക്ഷേ ഇതിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു പോയി. പണ്ട് ഉണ്ടായിരുന്ന പോലെ ഇപ്പം ഇതിൻ്റെ പോപ്പുലേഷൻ ഇല്ല, വളരെ കുറഞ്ഞു പോയി. വളരെ റെയറായിട്ട് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതിപ്പം ഷെഡ്യൂൾ 1 ഉള്ളത്. അപ്പം ഇത് ഒരു കടൽ പശുവിൻ്റെ ഒരു ചിത്രമാണ്. ഇപ്പോൾ ഇത് നമ്മൾ രാമേശ്വരം തീരത്ത് തമിഴ്നാട്ടിൽ ഇന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പം അവിടെ ഇത് ആരോ ഇതിനെ പിടിച്ചിട്ട് ഇതിനെ കൊന്നിട്ട് അവിടെ തീരത്തിട്ട് പോയതാണ്. ഇതിനെ മീറ്റായിട്ട് ചില ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കടൽ പശുവിനെ. അങ്ങനെ ഇതിനെ ഹണ്ട് ചെയ്ത് ഇതിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു പോയി. ഇത് ഏകദേശം ഒരു 3 മീറ്റർ നീളവും ഒരു 500 കിലോഗ്രാം ഭാരവും വെക്കുന്നതാണ് ഈ കടൽ പശു. ഇത് വലിയ ആഴമില്ലാത്ത തീരദേശ ജലത്തിലാണ്. പെർട്ടിക്കുലർലി ഇത് കഴിക്കുന്നത് ഈ കടലിലുള്ള പായലുകളും പുല്ലുകളും മാത്രമേ കഴിക്കുള്ളൂ. അതുപോലെ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഒരു ജീവിയും കൂടിയാണ്. ഇത് പ്യൂർലി ഞാൻ പറഞ്ഞ ഹെർബിവോറസ് ആണ്, സസ്യങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഇത് ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ, പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിൽ ഗൾഫ് ഓഫ് കച്ച്, പിന്നെ അന്തമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഈ പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ ഇതാണ് ഫിൻലെസ് പോർപോയ്സ് ഷെഡ്യൂൾ 1 വരുന്നത്. പിന്നെ കടലാമകൾ എല്ലാ സ്പീഷീസും ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 നമുക്ക് ഇന്ത്യയിൽ ആകെ മൊത്തം 5 സ്പീഷീസാണ് കടലാമകളുള്ളത്. ഒന്ന് ഗ്രീൻ ടേർട്ടിൽ, പിന്നെ ഹോക്സ്ബിൽ ടേർട്ടിൽ, പിന്നെ ലെതർ ബാക്ക് ടേർട്ടിൽ, ലോഗർ ഹെഡ് ടേർട്ടിൽ, ഓലിവ് റിഡ്ലി ടേർട്ടിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഓലിവ് റിഡ്ലി ടേർട്ടിലും പിന്നെ ഗ്രീൻ ടേർട്ടിലുമാണ്. പിന്നെ ഷെഡ്യൂൾ 1 തന്നെ മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വെയിൽ ഷാർക്ക്, തിമിംഗല സ്രാവ്, പിന്നെ പോണ്ടിച്ചേരി ഷാർക്ക്, പിന്നെ ഗേഞ്ചറ്റിക് ഷാർക്ക്, സ്പിയർ ടൂത്ത് ഷാർക്ക്, പിന്നെ തെരണ്ടികൾ പോർക്കുപൈൻ റേ, ഗേഞ്ചസ് സ്റ്റിംഗ് റേ, പിന്നെ ലാർജ് ടൂത്ത് സോഫിഷ്, അതിനെ കൊമ്പൻ സ്രാവ് എന്ന് പറയും. പിന്നെ വേറെയും കൊമ്പൻ സ്രാവുകളുണ്ട്, ഗ്രീൻ സോഫിഷ്, പിന്നെ നൈഫ് ടൂത്ത് സോഫിഷ്, പിന്നെ ജൈൻറ്റ് ഗിറ്റാർ ഫിഷ്, പിന്നെ സീ ഹോഴ്സ് ആൻഡ് പൈപ്പ് ഫിഷ്, പിന്നെ ജൈൻറ്റ് ഗ്രൂപ്പർ. സീ ഹോഴ്സ് പറഞ്ഞാൽ കടൽ കുതിരകൾ, പിന്നെ ജൈൻറ്റ് ഗ്രൂപ്പർ. ഇതെല്ലാം ഷെഡ്യൂൾ 1 വരുന്നതാണ്. അപ്പോൾ ഇതാണ് വെയിൽ ഷാർക്ക്. തിമിംഗല സ്രാവ് കൂടുതൽ നമ്മൾ കാണുന്നത് മഹാരാഷ്ട്രയിലും ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്ത് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തിമിംഗല സ്രാവിനെ കാണുന്നത്.
കേരളത്തിലും നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഈ തിമിംഗല സ്രാവ് നമ്മൾ കാണാറുണ്ട്. അപ്പം 2 വർഷം മുമ്പ് പൊന്നാനി കടൽ തീരത്ത് അവർ തിമിംഗല സ്രാവ് ഇതുപോലെ വലയിൽ കുടുങ്ങിയിട്ട് അവർ കരയ്ക്ക് എത്തിക്കുന്നതിന് മുമ്പ് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് അത് ചത്തുപോയി. പക്ഷേ അതിന് ശേഷം നമ്മൾ ഒരുപാട് മീറ്റിങ്സും വർക്ക്ഷോപ്സും നടത്തി. ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുമായിട്ട് നമ്മൾ ഒരുപാട് മീറ്റിങ്സ് ഒക്കെ നടത്തി. അങ്ങനെ ഒരു അവയർനെസ് അവരുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. ഈ തിമിംഗല സ്രാവ് ഷെഡ്യൂൾ 1-ലുള്ളതാണ്. അത് നമ്മളെ വലയിൽ പെട്ടുപോയാൽ നമ്മളതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു അവയർനെസ് ഉണ്ട്. അപ്പം അതിനുശേഷം ഒരു 1.5-2 വർഷം മുമ്പ് ഇവിടെ പുതിയാപ്പ തീരത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് ഇതുപോലെ അവരുടെ ട്രോൾ വലയിൽ ഈ ഒരു തിമിംഗല സ്രാവ് അതിൽ കുടുങ്ങി അത് അവർ വലയെല്ലാം മുറിച്ചിട്ട് അതിനെ അവർ രക്ഷിച്ചു. അപ്പം ആ മുക്കുവരെ നമ്മൾ ഇവിടെ നമ്മളെ ഓഫീസിൽ CMFRAയിൽ ആദരിച്ച ഒരു ഇതുകൂടിയുണ്ട്. അപ്പം ഇത് വളരെ എന്താ പറയുക, ഇതിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു പോയി. അപ്പോൾ ഇതിനെ നമ്മൾ വളരെയധികം സംരക്ഷിക്കേണ്ട ഒരു ജീവിയാണ്. അപ്പോൾ ഇതും ഷെഡ്യൂൾ 1-ലാണ് ഉള്ളത്. ഇത് IUCNൻ്റെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡേഞ്ചേർഡ് ആണ്. എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ വരുന്നതാണ് ഈ വെയിൽ ഷാർക്ക്. പിന്നെ പോണ്ടിച്ചേരി ഷാർക്ക് നമ്മളെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1-ലാണ്. ഇതൊരു 2 മീറ്റർ നീളം വയ്ക്കുന്ന ഒരു സ്രാവാണ്. ഇത് സൈറ്റ്സിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ IUCNൻ്റെ കാറ്റഗറിയിൽ ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അതായത് ലോകത്തിലുള്ള എല്ലാ സമുദ്രത്തിലും നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഗംഗാസ്രാവ് എന്ന് പറയും, ഗാൻജറ്റിക് ഷാർക്ക്, ഗ്ലൈഫിസ് ഗാൻജറ്റിക്കസ്. ഈ ഒരു സ്രാവും അതുപോലെ തന്നെ ഇപ്പം ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. അത് IUCNൻ്റെ സ്റ്റേറ്റസിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. നമ്മളെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1-ലാണ്. പിന്നെ സ്പിയർ ടൂത്ത് ഷാർക്ക്, അപ്പം ഇതും അതുപോലെ IUCNൻ്റെ കാറ്റഗറിയിൽ എൻഡേഞ്ചേർഡ് ആണ്. ഏകദേശം 3 മീറ്റർ നീളം വയ്ക്കുന്ന ഒരു സ്രാവാണ് ഇതൊരു തെരണ്ടിയാണ്. മുള്ളംപന്നി തെരണ്ടി എന്ന് പറയും. ഇതിൻ്റെ ദേഹത്ത് ഒരുപാട് ചെറിയ ചെറിയ മുള്ളുകളുള്ളതുകൊണ്ട് ഇതിനെ മുള്ളംപന്നി തെരണ്ടി എന്ന് പറയും. ഏകദേശം ഒരു 1.5 മീറ്റർ വലിപ്പം വയ്ക്കുന്ന ഒരു തെരണ്ടിയാണ്. പോർക്യുപൈൻ റേ എന്ന് പറയും. പിന്നെ ഇത് ഗാൻജറ്റിക് സ്റ്റിംഗ് റേ, ഹിമാൻറ്റൂറ ഫ്ലൂവാറ്റിലസ്. ഇതൊരു തെരണ്ടി വർഗത്തിൽപ്പെട്ടതാണ്. ഇതും അതുപോലെ ഒരു 1.5 മീറ്റർ നീളം വയ്ക്കും. IUCNൻ്റെ സ്റ്റേറ്റസിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കൊമ്പൻ സ്രാവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വായയുടെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നീണ്ട ഒരു കൂർത്ത ഒരു മൂക്കുണ്ടാവും. അതിൽ കുറേ പല്ലുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ സോഫ്റ്റ് ഫിഷ് എന്ന് പറയുന്നത്. ലാർജ് ടൂത്ത് സോഫ്റ്റ് ഫിഷ്, ഈർച്ചവാൾ പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് ഈ കൊമ്പൻ സ്രാവിന്. ഏകദേശം ഒരു 7 മീറ്റർ നീളം വയ്ക്കും. ഇതും അതുപോലെ ഇതിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഗ്ലോബലി തന്നെ IUCNൻ്റെ സ്റ്റേറ്റസിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1-ലാണ് ഉള്ളത്. ഇത് ഗ്രീൻ സോഫിഷ്, ഇതും ഒരു കൊമ്പൻ സ്രാവാണ്. മാക്സിമം ലെങ്ത് ഒരു 7 മീറ്റർ നീളം വയ്ക്കുന്ന ഒരു സ്രാവാണ്. ഏകദേശം ഒരു 5 തൊട്ട് 70 മീറ്റർ ആഴത്തിലുള്ള ആ പ്രദേശങ്ങളിലാണ് സമുദ്രത്തിൽ ഉണ്ടാവുക. ഇതും അതുപോലെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. നമ്മളെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1-ലാണ്. ഇത് വേറൊരു ടൈപ്പ് കൊമ്പൻ സ്രാവാണ്. നൈഫ് ടൂത്ത് സോഫിഷ് എന്ന് പറയും. ഏകദേശം ഒരു 4.5 മീറ്റർ നീളം വയ്ക്കുന്ന ഒരു കൊമ്പൻ സ്രാവാണ്. ഇതും നമ്മൾ IUCNൻ്റെ സ്റ്റേറ്റസിൽ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് ഉള്ളത്. പിന്നെ ജയൻറ്റ് ഗിറ്റാർ ഫിഷ്, ഇതിൻ്റെ മാക്സിമം നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മീറ്ററാണ്. ഇത് IUCNൻ്റെ സ്റ്റേറ്റസിൽ വൾനറബിൾ എന്ന് വരുന്ന ഒരു ഗ്രൂപ്പിലാണ്. പിന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂൾ 1-ലാണ്. ജയൻറ്റ് ഗ്രൂപ്പർ, നമ്മൾ മറ്റുള്ള മത്സ്യങ്ങൾ ഇപ്പം സ്രാവും തെരണ്ടി അല്ലാണ്ട് മറ്റുള്ള മത്സ്യങ്ങളിൽ ഒറ്റൊരു സ്പീഷീസാണ് ഈ ഷെഡ്യൂൾ 1-ലുള്ളത്. അതാണ് ഈ ജയൻറ്റ് ഗ്രൂപ്പർ എന്ന് പറയുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു 2.7 മീറ്റർ നീളവും അതുപോലെ തന്നെ ഏകദേശം ഒരു 400 കിലോഗ്രാം വരെ വെയിറ്റ് തൂക്കം വയ്ക്കുന്ന ഒരു മത്സ്യമാണ് ഇത്. അതുപോലെ തന്നെ IUCNൻ്റെ സ്റ്റേറ്റസിൽ ഡേറ്റ ഡെഫിഷ്യൻ്റ് ആണ്. പക്ഷേ നമ്മളെ ഇന്ത്യൻ തീരത്ത് ഇതിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഇതിനെ ഷെഡ്യൂൾ 1-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കടൽക്കുതിര എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കേരളം തീരപ്രദേശത്ത് കടൽക്കുതിര നമ്മൾ അധികം കാണാറില്ല. വല്ലപ്പോഴും നമ്മൾ ചില സീസണിൽ കാണാറുണ്ട്, ഫിഷിംഗ് നെറ്റിൽ വരാറുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ഈ തമിഴ്നാട്ടിൽ ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കടൽക്കുതിരകൾ ഉള്ളതും. പിന്നെ കടൽക്കുതിരയുടെ ഒരു ട്രേഡ് തുടങ്ങിയതും അവിടെയാണ്. ഇപ്പം 1992 ഇതിനെ ഒരു എക്സ്പോർട്ട് ട്രേഡിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിന് 1996-97 കാലഘട്ടത്തിൽ ഇതിൻ്റെ ട്രേഡ്, ഇപ്പോൾ ഇന്ത്യ വൺ ഓഫ് ദി ലീഡേഴ്സ് ആയിരുന്നു. ഇതിൻ്റെ ലോകത്തിൽ തന്നെ ടോപ്പ് 5 കൺട്രീസിൽ ഇന്ത്യ ഒരു കൺട്രി ആയിരുന്നു ഇതിൻ്റെ എക്സ്പോർട്ട് ട്രേഡിൽ. അങ്ങനെ 2001 ഇതിൻ്റെ ട്രേഡ് ഏകദേശം ഒരു 5 ടണ്ണോളം ഉണങ്ങിയ ഡ്രൈ സീ ഹോൾസ് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു.
പക്ഷേ അതിനുശേഷം ഇതിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പം നമ്മൾ മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി. ഈ കടൽക്കുതിരയുടെ എല്ലാ സ്പീഷീസും ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇവിടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന കടൽക്കുതിരകൾ. ഹിപ്പോകാമ്പസ് ട്രൈമാക്കുലേറ്റസ്, പിന്നെ മഞ്ഞക്കുതിര എന്ന് പറയും, ഹിപ്പോകാമ്പസ് കുട, പിന്നെ ഹിപ്പോകാമ്പസ് സ്പൈനോസിസിമസ്, ഹിപ്പോകാമ്പസ് ഫസ്കസ്, ഹിപ്പോകാമ്പസ് ബാർബോണിയൻസിസ്, പിന്നെ ഏറ്റവും വലിയ കടൽക്കുതിരയാണ് ഹിപ്പോകാമ്പസ് കെല്ലോഗി. ഈ കടൽക്കുതിരേനെ എങ്ങനെയാണ് ഇവർ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതിനെ ജസ്റ്റ് ഉണക്കിയിട്ട് ഇതിനെ പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് ഈവൻ ദോ ഇതിനെ ഷെഡ്യൂൾ 1 കൊണ്ടുവന്നിട്ട് നമ്മൾ 2001 തൊട്ട് ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലത്തും തമിഴ്നാട്ടിൽ ഗൾഫ് ഓഫ് മന്നാർ പാക് ബേ തീരങ്ങളിൽ പല സ്ഥലത്തും ഇതിനെ എന്താ പറയുക വലകളിൽ മറ്റുള്ള ഇപ്പോൾ ട്രോളിലും മറ്റുള്ള വലകളിലും വരുന്ന ഈ ഒരു പിടിക്കപ്പെടുന്ന ഈ കടൽക്കുതിരേനെ ഇവർ ഇല്ലീഗലായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവുകൾ. പിന്നെ അതുപോലെ തന്നെ പവിഴപ്പുറ്റുകൾ, കോറൽസ് എന്ന് പറയുന്നത് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഹാർഡ് കോറൽസ്, പിന്നെ ബ്ലാക്ക് കോറൽസ്, ഓർഗൻ പൈപ്പ് കോറൽ, അങ്ങനെ പല സ്പീഷീസ് കോറൽസ് ഉണ്ട്. വളരെ കളർഫുള്ളാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ കോറൽസ് ഇപ്പോൾ നമുക്ക് ഷോ പീസായിട്ട് പല വീടുകളിലും പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോറൽസ് എല്ലാം ഷെഡ്യൂൾ 1 ഉള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ. ഇപ്പോൾ ഇത് ഒരു കോറലിൻ്റെ ലൈവായിട്ടുള്ള ഒരു ഫോട്ടോവും ഡെഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇപ്പോൾ ലൈവായിട്ടുള്ള ഒരു കോറൽ റീഫ്, ചില പവിഴപ്പുറ്റുകൾ വളരെ കളർഫുൾ ആയിരിക്കും. ഈ ഇടത് ഭാഗത്തുള്ളതാണ് ലൈവ് കോറൽ, ജീവനോട് ഉള്ള കോറലാണ്. പക്ഷേ വലത് ഭാഗത്തുള്ളത് എല്ലാം നശിച്ചു പോയ ഒരു കോറലാണ്. പിന്നെ ഷെഡ്യൂൾ 1 കുറേ ശംഖുകളും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ മൊലസ്ക എന്ന് പറയും ശംഖുകൾ. ഈ ഷെഡ്യൂൾ 1 വരുന്ന ശംഖുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കിങ് ഷെല്ലാണ്, പിന്നെ പിങ്ക് കളേർഡ് ക്ലാം ഷെൽ, പിന്നെ പൈനാപ്പിൾ ഷെൽ, പിന്നെ ക്ലാം ഷെൽ, ചേംബേഴ്സ് നോട്ടിലസ്, പിന്നെ ഗ്ലോറി ഓഫ് ഇന്ത്യ, ഫ്രോഗ് ഷെൽ, സ്പൈറൽ ചാങ്ക്, ജയൻറ്റ് ക്ലാം. ഇതെല്ലാം ഇപ്പം ഷെഡ്യൂൾ 1 ഇതൊക്കെ പണ്ട് ഈ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് പല വീടുകളിലും ഇതൊക്കെ ഒരു ക്യൂരിയോസ് ആയിട്ട് ഷോ പീസായിട്ടൊക്കെ ഉപയോഗിച്ച കാലങ്ങളുണ്ട്. ഇതാണ് കാസിസ് കോർന്യൂട്ട എന്ന് പറയും. തമിഴിൽ ഇതിനെ മാട്ടുകൊമ്പ് ശംഖ് എന്ന് പറയും. ഇതിൽ പശുവിടെ ഒരു കൊമ്പിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ട് ഇതിനെ മാട്ടുകൊമ്പ് എന്ന് പറയും. ഇത് ഷെഡ്യൂൾ 1 പിന്നെ ഇത് പൈനാപ്പിൾ ഷെൽ എന്ന് പറയും, സിപ്രകാസിസ് റൂഫ. ഇത് ഷെഡ്യൂൾ 1 പിന്നെ ട്രൈഡാക്നോസ് കോമാസ, ഇത് ജയൻറ്റ് ക്ലാം എന്ന് പറയും. ഇത് കൂടുതൽ നമുക്ക് ലക്ഷദ്വീപിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇത് ഒരുപാട് വലിപ്പം വെക്കുന്ന ഒരു ശംഖാണ്. പിന്നെ നോട്ടിലസ് പൊംപീലിയസ്, വരിച്ചങ്ക് എന്ന് പറയും. ഇങ്ങനെ വരകളുള്ളതുകൊണ്ട് ഇതിനെ വരിച്ചങ്ക് എന്ന് പറയും. ഷെഡ്യൂൾ 1 വരുന്നതാണ് പിന്നെ സീ കുക്കുംബർ. സീ കുക്കുംബർ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളരി. അത് വെള്ളരിയുടെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് അതിനെ കടൽ വെള്ളരി എന്ന് പറയും. ഇത് അതുപോലെ തന്നെ കുറേ സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട് സീ കുക്കുംബറിൻ്റെ. ഇതും അതുപോലെ നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇതിനെ പിടിച്ച് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപാട് വർഷങ്ങൾ ഇതിനെ എക്സ്പോർട്ട് ട്രേഡിലുണ്ടായിരുന്നു. പക്ഷേ 2001 ഈ കടൽക്കുതിരയുടെ ഷെഡ്യൂൾ 1 കൊണ്ടുവന്ന അതേ സമയത്ത് ഈ സീ കുക്കുംബറിൻ്റെ എല്ലാ സ്പീഷീസിനെയും ഷെഡ്യൂൾ 1 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണം കുറഞ്ഞിട്ട്. ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു, പർട്ടിക്കുലർലി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ, ചൈന, ജപ്പാൻ, കൊറിയ എന്ന ആ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ വാല്യൂ ഉണ്ട്, ഒരുപാട് മരുന്നുകൾ ഇതിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ലോകത്തിൽ 1400 സ്പീഷീസ് ഉണ്ട് ഈ സീ കുക്കുംബർ. ഇന്ത്യയിൽ ഏകദേശം ഒരു 200 സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സീ കുക്കുംബറിൻ്റെ സ്പീഷീസിൻ്റെ പടങ്ങൾ കാണാം. ഹോളോത്തൂറിയ സ്കാബ്ര ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത ഒരു സ്പീഷീസാണ് ഹോളോത്തൂറിയ സ്കാബ്ര. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സ്പീഷീസാണ്. ഇതിനെ കോമൺലി സാൻഡ് ഫിഷ് എന്ന് പറയും, ഇംഗ്ലീഷ് കോമൺ നെയിം. പിന്നെ ഹോളോത്തൂറിയ അട്ര, ഇതിനൊരു മീഡിയം വാല്യൂ ആണ് എക്സ്പോർട്ട് ട്രേഡിൽ. ഇത് നല്ല കറുത്ത കളറായിരിക്കും. ഹോളോത്തൂറിയ അട്ര എന്ന് പറയുന്നത് ലോലി ഫിഷ് എന്നും പറയും. പിന്നെ ഹോളോത്തൂറിയ സ്പൈനിഫെറ, ഇതിന് ദേഹത്തൊക്കെ ചെറിയ മുള്ളുകൾ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇതിന് ഹോളോത്തൂറിയ സ്പൈനിഫെറ എന്ന് പറയുന്നത്. ഇതിനും ഒരു മീഡിയം വാല്യൂ ആണ് എക്സ്പോർട്ട് ട്രേഡിൽ. പിന്നെ സ്റ്റൈക്കോപ്പസ് വെറൈഗാറ്റസ്, ഇത് ലോ വാല്യൂ സീ കുക്കുംബർ ആയിരുന്നു എക്സ്പോർട്ടിൽ. ഇതിനെ കറി ഫിഷ് എന്നും പറയും. തിമിംഗലങ്ങൾ ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പം നമ്മൾ ഇടത് ഭാഗത്ത് കാണുന്നത്. ബ്ലെയിൻ വില്ലേസ് ബിഗ് വെയിൽ, പിന്നെ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു പേരാണ്. ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജീവിയാണ്. പിന്നെ ബെറൈഡ് വെയിൽ, ക്യൂവിയേഴ്സ് ബിഗ് വെയിൽ, ഡ്വാഫ് സ്പേം വെയിൽ, ഫോൾസ് കില്ലർ വെയിൽ, ഫിൻ വെയിൽ, പിന്നെ ജിങ്കോ ടൂത്ത് ബിഗ് വെയിൽ, ഹംബാക്ഡ് വെയിൽ, പിന്നെ കില്ലർ വെയിൽ, മെലൺ ഹെഡഡ് വെയിൽ, മിങ്ക് വെയിൽ, പിഗ്മി കില്ലർ വെയിൽ, പിഗ്മി സ്പേം വെയിൽ, സീ വെയിൽ, ഷോർട്ട് ഫിൻഡ് പൈലറ്റ് വെയിൽ, സ്പേം വെയിൽ. ഈ തിമിംഗലം എല്ലാം ഷെഡ്യൂൾ 2 ഉള്ളത്. ഇനി ഷെഡ്യൂൾ 3 ആണ് സ്പോഞ്ചസ് വരുന്നത്.
കടലിലുള്ള സ്പോഞ്ചുകൾ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, ഏകദേശം ഒരു 400ഓളം സ്പീഷീസ് സ്പോഞ്ചുകളുണ്ട്. ഇതെല്ലാം ഷെഡ്യൂൾ 3-ലാണുള്ളത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ദ സിഗ്മഡോസിയ കാർണോസ. ഇതിനെ മലയാളത്തിന് ഓരോരോ സ്പീഷീസിനും സെപ്പറേറ്റ് പേരില്ല, നമ്മളൊക്കെ ഇതിനെ സ്പോഞ്ചുകൾ എന്നാണ് പറയാം. കാലി സ്പോഞ്ച്, ഇതൊക്കെ കേരളത്തിൻ്റെ തീരത്ത് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുനിന്ന് നമ്മൾ എടുത്ത പടങ്ങളാണ്, അണ്ടർ വാട്ടർ ഫോട്ടോസൊക്കെയാണ്. കാലിസ്പോഞ്ചിയ ഫൈബ്രോസ, മിക്സില്ല അർണേരിയ, ഇതെല്ലാം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. ഷെഡ്യൂൾ 4-ൽ വരുന്ന ശംഖുകൾ കുറച്ചുണ്ട്. നമ്മൾ ആദ്യം കണ്ടതൊക്കെ ഷെഡ്യൂൾ 1-ൽ വരുന്ന ശംഖുകളാണ്. ഇത് ഷെഡ്യൂൾ 4-ൽ വരുന്ന ശംഖുകളാണ്. ഏകദേശം ഒരു 10-15 സ്പീഷീസ് ഷെഡ്യൂൾ 4-ൽ വരുന്നുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ടർബോ മാർമറേറ്റസ്, പിന്നെ ചാരിയോണിയ ട്രൈറ്റോണസ്, ഇത് തവളയുടെ ഒരു ഏകദേശം ഒരു ചെറിയ ഷേപ്പ് ഉള്ളതുകൊണ്ട് തവള ശംഖ് എന്ന് പറയും. പിന്നെ ട്രോക്കസ് നൈലോട്ടിക്കസ്, പിന്നെ ലാംബിസ് ചിരാഗ്ര, ചിലന്തി ശംഖ് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ ഇതൊരു സ്പൈഡർ വെബ് പോലെ ഉള്ളതുകൊണ്ട് ഇതിനെ ചിലന്തി ശംഖ് എന്ന് പറയും. പിന്നെ പ്ലാസൻറ്റ പണ്ട് ഈ കർട്ടനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നതാണ് പ്ലാസൻറ്റ. വീടുകളിൽ ഷോ പീസായിട്ട് വെച്ചിരുന്നതാണ് പ്ലാസൻറ്റ. പിന്നെ ഫാസിയോലേറിയ ട്രപ്പീസിയം. നമുക്ക് ഈ സമുദ്രത്തിൻ്റെ ഒരു കൺസർവേഷൻ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? അതിന് ഈ ഒരു മറൈൻ പ്രൊട്ടക്റ്റഡ് ആനിമൽസിൻ്റെ സംരക്ഷണത്തിന് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്. ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആണ്, ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, കോസ്റ്റ് ഗാർഡ്, നേവി, പിന്നെ CBI, പിന്നെ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, അങ്ങനെ എല്ലാവരും ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഇതിനെ ഈ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരുപാട് പഠനങ്ങൾ നടത്തണം. അതിന് റിസർച്ച് സ്ഥാപനങ്ങൾ അതിൽ ഇൻവോൾവ് ആവണം. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോണവർ, പിന്നെ ജനറൽ പബ്ലിക്, സ്റ്റുഡൻസ് എല്ലാവരും ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിന്നാലേ നമുക്ക് ഈ സംരക്ഷണം എന്നുള്ള ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മറൈൻ പ്രൊട്ടക്റ്റഡ് ആനിമൽസ് തന്നെ നമ്മൾ അറിയാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും നമ്മളതിനെ കടലിലോട്ട് റിലീസ് ചെയ്യുക, അതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശമാവേണ്ടത്. അതുപോലെ തന്നെ ഇൻ കേസ് അത് നമ്മൾ വലയിൽ പെട്ടുപോയി നമ്മൾ കരയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് കാണുന്നത്, അപ്പം അത് അപ്പോഴത്തേക്കും ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഡ് ആണെങ്കിൽ നമ്മൾ കൺസേൺ അതോറിറ്റീസിനെ നമ്മൾ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോക സമുദ്ര ദിനത്തിൻ്റെ അന്ന് സമുദ്രത്തിനെ നമ്മൾ സംരക്ഷിക്കും എന്നുള്ള ഒരു ഓത്തെടുക്കാം നമുക്ക്. താങ്ക് യു വെരി മച്ച്.